നത്തോലി അച്ചാറിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1 കിലോ നത്തോലി ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുകയാണ്. 1 കിലോ നത്തോലിയേ ഉള്ളൂ ഇത്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് നമുക്ക് വേണ്ട ആദ്യം നമുക്ക് നത്തോലി ഒന്ന് പുരട്ടി വെക്കണം. അതിനെയാണ് മീൻ പുരട്ടി വെക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ, ഒരു 1/4 ടേബിൾ സ്പൂൺ, അത് വേണ്ട കുറച്ച് മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ചെറിയൊരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മീൻ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് പുരട്ടി വയ്ക്കാം. നോർമൽ നമ്മുടെ മീൻ വറുക്കുന്ന പോലെ തന്നെ ഒന്ന് പുരട്ടി വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ് ഇട്ട് കൊടുക്കുക. നത്തോലി അച്ചാർ, അതുപോലെ മത്തി, ഇതൊക്കെ അച്ചാറുകൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മീൻ പുരട്ടി നന്നായിട്ടൊന്ന് പുരട്ടി മുളകും ഉപ്പും കുരുമുളകും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. നല്ല ഫ്രഷ് നത്തോലി തോന്നുന്നതും അപ്പം അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹോസ്റ്റൽസിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നമുക്ക് വീട്ടിലായാലും ഇടയ്ക്കിടയ്ക്ക് പോയി ചോറിനൊക്കെ കറക്റ്റായിരുന്നു. എല്ലാവർക്കും നിങ്ങളുടെ പേരൻറ്റുണ്ട്. ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ മാക്സിമം. 1 മണിക്കൂർ വെച്ചാൽ അത്ര നല്ലതാണ്. ഇവിടെ 1 കിലോ നത്തോലിക്ക് വേണ്ട കൂട്ടാണിത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഇഞ്ചിയാണ്, അതുകൊണ്ട് ഒരു എന്താ പറയുക, വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് നിൽക്കും, അതുകൊണ്ട് അത്ര എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ UAE ഇഞ്ചിയൊക്കെ ആകുമ്പോൾ വെച്ച് വേറെ ഇടണം. പിന്നെ ഒരു 6-7 കൂട്ടം ഉള്ളി വെളുത്തുള്ളി, പിന്നെ എരിവിന് നല്ല എരിവുള്ള പച്ചമുളക് 4, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമ്മുടെ മീനച്ചാറിന് വേണ്ട കൂട്ട്. പിന്നെ ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, കായം, ഉപ്പ് ഇത്രയും ആവശ്യത്തിന് ചേർക്കുന്നു. പിന്നെ നമുക്ക് കടുക് ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് മുളക് പൊടി ഇടുമ്പോൾ എൻ്റെ പറഞ്ഞിടാം. അപ്പം നമ്മൾ ഈ മീനച്ചാർ ഒരുപാട് നാളത്തിന് വെക്കാൻ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മീനച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ നമ്മുടെ നോർമൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇത് ഒരു 1 കിലോളം ഉള്ളൂ. അത് നമ്മൾ വെച്ചാർക്ക് വരുമ്പോൾ അധികം നാളൊന്നും ഇരിക്കില്ലല്ലോ. അപ്പം നമ്മൾ നോർമൽ കുക്കിംഗ് ഓയിൽ തന്നെ അതിലേക്ക് നമുക്ക് മീനിട്ട് വറുത്തെടുക്കാം. നിങ്ങൾ പാത്രം വലുതാണെങ്കിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇടാം. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുക്കുന്നത്, പ്രത്യേകം പറഞ്ഞായിരുന്നു. പിന്നെ ഒരുപാട് നാളിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം. നമുക്ക് ഇനി ഇത് നന്നായിട്ട് ഞാനിവിടെ നല്ലതായിട്ട് ഒരുപാട് മൊരിക്കില്ല, എന്നാൽ ഒരുമാതിരി മൊരിഞ്ഞെടുക്കണം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇച്ചിരി ഒന്ന് മൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് മീനിനെ മൂക്കുന്നത് വരെ ആ സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ മീൻ വറുത്തിട്ട് കോരി ഇതിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഈ എണ്ണ വേണമെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ മീനിൻ്റെ ആ ഒരു മസാലയൊക്കെ ഒന്ന് അരിപ്പയിൽ അഴിച്ച് മാറ്റിയിട്ട് ക്ലിയർ ഓയിലായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പുതിയ ഓയിലെടുക്കാം. അപ്പോൾ നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് നമുക്ക് കടുകിട്ടിട്ട് പൊട്ടിക്കാം. ഞാനിവിടെ മീൻ വറുത്ത എണ്ണ
അരച്ചെടുത്ത് അത് കുറച്ചും പിന്നെ വേറെ ഇച്ചിരി നല്ല എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വയ്ക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലെല്ലാം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കറിക്ക് നമ്മുടെ അച്ചാറിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ തീരെ കുറച്ച് വയ്ക്കുക. ഫ്ലെയിം തീരെ ലോ ഫ്ലെയിം ഇടുന്ന, അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ഒക്കെ ഇടുമ്പോഴത്തേന് കരിഞ്ഞു പോകും. നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ മൂപ്പിച്ചെടുത്താൽ മതി. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുവാണ്. 1 ടേബിൾ സ്പൂൺ മതി, കാരണം നമ്മൾ മീൻ വറുത്തതിനകത്ത് നല്ല മസാല ഉണ്ട്. ഇവിടെ കാശ്മീരി ചില്ലി നോർമൽ മുളക് കൂടെ പൊടിച്ചെടുത്താണ്, അതുകൊണ്ട് നല്ല കളറുണ്ട്. ഞാനൊന്ന് തീയൊന്ന് ചെറുതായിട്ട് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി, നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം എല്ലാം നമ്മൾ നമുക്ക് ഇട്ട് നോക്കി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ 1 ടേബിൾ സ്പൂണിലാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, അങ്ങനെ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഒരു 2-3 ഇങ്ങനത്തെ കായത്തിനൊരു ജസ്റ്റ് 2-3 പ്ലസ് ഇത്രയും. നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പാത്രത്തിൻ്റെ ചൂട് കാരണം തന്നെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കണം. നമ്മുടെ മുളക് പൊടി എല്ലാം നന്നായിട്ട് മൂപ്പിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചെടുക്കാം. കുറച്ച് മീനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വിനാഗിരി. മീനിലേക്ക് നമുക്ക് മീനിട്ട് എടുക്കാം. നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഇച്ചിരി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതായിട്ട് തിളച്ച് കറക്റ്റ് ആയിരുന്നു. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മീനോടിട്ട് ഇളക്കി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മാക്സിമം ഒരു 3 ദിവസമെങ്കിലും ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ ഇതുപോലെ എടുത്തിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വെക്കുവാണെങ്കിൽ ആ പുളി എരിയൊക്കെ മീനിലൊന്ന് പിടിച്ച് മീനൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാമെന്നുള്ളൂ. ഡയറക്റ്റ് ഇന്ന് തന്നെ എടുക്കുമ്പോൾ നമുക്ക് അത്ര ആക്കിയിട്ട് വരില്ല. ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക. ഒരു 3-4 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ നത്തോലി മീനച്ചാറ് നിങ്ങളും തീർച്ചയായും കഴിയുക. വളരെ എളുപ്പമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ട് അച്ചാറ്. അപ്പോൾ തീർച്ചയായും ടേസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മത്തിയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ ഉള്ളൂ, നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഫ്രം റീമാസ് കിച്ചൻ.